പ്രിയമുള്ളവരെ, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി സുപ്രധാനമായ 2 കാര്യങ്ങൾ ഈ സമുദായത്തോട് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആദർശത്തിന്റെ താല്പര്യമനുസരിച്ച് പിന്നീട് ഞാൻ ചൂണ്ടിക്കാണിച്ച ലക്ഷ്യത്തിന്റെ വഴിയെ മുന്നേറുന്നതിന് സഹായകമായി മുസ്ലിം സമുദായത്തോട് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലെ വൈരുദ്ധ്യം നമ്മൾ അവസാനിപ്പിക്കണം എന്നതാണ്. ജീവിതത്തിലെ വൈരുദ്ധ്യം, പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും. ലക്ഷ്യം വരാൻ പോകല്ലോ. റബ്ബനാ വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. ജുമാഅക്കും അല്ലാതെയും പ്രാർത്ഥിക്കുന്നുണ്ട്. പടച്ചവനെ, ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങളുടെ ഭരണാധികാരിയാക്കല്ല റബ്ബേ. ആരാപ്പത് ചെയ്യേണ്ടത്? മൊത്തം പടച്ചവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവൻ പാർട്ടി തെരഞ്ഞെടുത്തപ്പോൾ അത് നോക്കിയിട്ടില്ല, പണിയെടുക്കുമ്പോൾ അതിന് പ്രവർത്തിക്കുമ്പോഴും നോക്കിയിട്ടില്ല, ഇനി വോട്ട് ചെയ്യുമ്പോഴും നോക്കാൻ പോണില്ല. പക്ഷെ അള്ളാഹ് ഇത് ചെയ്തോളണം എന്നതാണ്. അങ്ങനെ ഉണ്ടാവും ഒരു സഹായം. കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സിൽ കയറിയിരുന്നിട്ട് പടച്ചോനെ അങ്ങ് രാമനാട്ടുകര എത്തിക്കണേ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമോ? അങ്ങനെ സഹായിക്കുന്ന പരിപാടി അല്ലാതില്ല. പ്രവർത്തനവും പ്രാർത്ഥനയും ഒരേ വഴിക്ക് പോകണം. ഒരു വലിയ തിയറി വേഗം മനസ്സിലാക്കാനുള്ളൊരു ഉദാഹരണമാണ് ഈ പറയുന്നത്. ആകെ കൂടി പ്രാർത്ഥനയുടെ വിഷയമല്ല, ജീവിതത്തോടുള്ള നമ്മുടെ ഒരു തലതിരിഞ്ഞ സമീപനത്തിന്റെ പ്രശ്നം അതാണ് ഈ ഉന്നയിക്കുന്നത്. റബ്ബനാ വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. പടച്ചവനെ, ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങളുടെ ഭരണാധികാരിയാക്കല്ല റബ്ബേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവനെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കണം. ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഈ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മുസ്ലിം പരിഗണിക്കേണ്ടുന്ന മൂല്യങ്ങളല്ല എന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാർ കുറെ കാലമല്ല പറയാൻ തുടങ്ങിയിട്ട് ഇസ്ലാമിക രാഷ്ട്രീയം എന്തായിരുന്നാലും ഒന്ന് പരിഗണിച്ചു കളയാം. അതുകൊണ്ട് ഞങ്ങളിനി ഞങ്ങളുടെ വാരാന്ത്യ യോഗം നമസ്കാരത്തിന്റെ സമയത്ത് നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ യോഗത്തിൽ ഒരു ചെറിയ ഖിറാഅത്തൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്രവർത്തകർ തമ്മിൽ കാണുമ്പോൾ സലാം പറയാനും അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറയാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമികമായ ഇത്തരം മൂല്യങ്ങൾ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിഗണിക്കണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്ന് ഒരാളും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതിനല്ല ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാജ്യഭരണം എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണത്തിന്റെ അധികാരം ആർക്ക് എന്നതാണ് പ്രശ്നം. നിയമനിർമ്മാണത്തിന്റെ അധികാരം രാജാവിന്, അതാണ് രാജഭരണം. നിയമനിർമ്മാണത്തിന്റെ അധികാരം പട്ടാളത്തിന്, അതാണ് പട്ടാളഭരണം. നിയമനിർമ്മാണത്തിന്റെ അധികാരം ഇന്ന വർഗക്കാർക്ക്, അതാ വർഗത്തിന്റെ ആധിപത്യം. നിയമനിർമ്മാണത്തിന്റെ അധികാരം ഇന്ന വംശക്കാർക്ക്, അതാ വംശത്തിന്റെ മേധാവിത്വം. നിയമനിർമ്മാണത്തിന്റെ അധികാരം ഭൂരിപക്ഷത്തിന്, അത് ജനാധിപത്യം. നിയമനിർമ്മാണത്തിന്റെ സാക്ഷാൽ അധികാരം പ്രപഞ്ചനാഥന്, അത് ഇസ്ലാമിക ജനാധിപത്യം അഥവാ ഇസ്ലാമിക രാഷ്ട്രീയം. അപ്പോൾ ഈ അടിത്തറയിൽ തന്നെ വ്യത്യാസം. എന്നിട്ട് ഇതിന് വിരുദ്ധമായ ഒരു അടിത്തറയിലുള്ള ഒന്നിൽ ചേർന്നുകൊണ്ട് ഇൻഷാ അല്ലാഹും അൽഹംദുലില്ലാഹും ചൊല്ലിയിട്ടൊരു കാര്യവുമില്ല. അത് വെറും ഒരു അനാവശ്യമായ പണി മാത്രമാണ്. കള്ളുടിക്കുമ്പോൾ വിസ്മയിച്ചു വല്ല പ്രയോജനമുണ്ടോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ചർച്ചയും. അതിനാൽ നിങ്ങൾ ആ വശത്തെക്കുറിച്ച് ശാന്തമായി ആലോചിക്കണം. അപ്പോഴേ ഇത് മനസ്സിലാക്കാൻ കഴിയൂ. ജമാഅത്തെ ഇസ്ലാമിനെ കുതിര കയറാൻ തീരുമാനിച്ചിട്ട് വന്നാൽ ഇത് തിരിയില്ല. ഇത് ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒഴിവാക്കാം. ഞങ്ങൾക്ക് യാതൊരു വാശിയില്ല, നിങ്ങൾ അംഗീകരിക്കണം. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വേറെ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, മുസ്ലിം സമുദായത്തോട് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരുന്ന 2ാമത്തെ കാര്യം, ഈ ഇസ്ലാം എല്ലാവർക്കും ഉള്ളതാണ്. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോൾ ഇസ്ലാം മാനവികതക്ക്, ഇസ്ലാം ലക്ഷ്യവിമോചനത്തിന്, ഇസ്ലാം സമാധാനത്തിന്, പുരോഗതിക്ക്, ക്ഷേമത്തിന്, പിന്നെന്തിനൊക്കെയോ അതിനൊക്കെയും എന്നൊക്കെ ഇപ്പൊ എല്ലാവരും പറയാൻ തുടങ്ങി. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ പ്രബോധനത്തെ അതിന്റെ മര്യാദയോടെയും അതിന്റെ ഗൗരവത്തോടെയും ഈ സമൂഹം സമീപിക്കണം. അങ്ങനെ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ആ അറേബ്യയിൽ നിന്ന് ആ ചെറു സംഘം ഇവിടെ വന്നിരുന്നില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തെന്ന് നിങ്ങൾ ഓർക്കണം. ഇന്ന് നമ്മുടെ ബാധ്യത നാം നിർവഹിച്ചാൽ നമ്മെ പോലെ രക്ഷപ്പെടാവുന്നവർ ഈ നാട്ടിലുണ്ടെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളൊക്കെ പറയാനേ ഇപ്പൊ നേരമുള്ളൂ. ഇസ്ലാമിക പ്രബോധനം, ജമാഅത്തെ ഇസ്ലാമി കുറെ കാലം ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അമർത്തി പറഞ്ഞ ഒരു പരമാർത്ഥമാണത്. ഇവിടത്തെ മനുഷ്യർക്ക് വായു, വെള്ളം, വെളിച്ചം, ഇതിന് 3നും പടച്ചവൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. സൂര്യനിൽ നിന്ന് വെളിച്ചം, വൃക്ഷങ്ങളിൽ നിന്ന് നമുക്ക് ഓക്സിജൻ, മേഘങ്ങളിൽ നിന്ന് നമുക്ക് വെള്ളം. 3ഉം കിട്ടുന്നുണ്ടല്ലോ ആവശ്യത്തിന്. ഒരു ബുദ്ധിയുള്ള മനുഷ്യന് ഇതും പോരാ. ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ജീവിതത്തിന്റെ ഒരു അടിത്തറ കൂടി കിട്ടണം. എവിടുന്നാ കിട്ടുക? ഈ നബി വരുമോ? നമ്മൾ സമ്മതിക്കൂല. വന്നാലും ഒരു കള്ളപ്രവാചകൻ വന്നു നോക്കി സമൂഹത്തിൽ അത് യേശിയില്ല. കാരണം അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ റസൂല വലാ നബിയ്യ ബഅദ. മുഹമ്മദ് നബിക്ക് ശേഷം ഇനി ഒരു റസൂലും ഒരു നബിയും ഇല്ല. ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഏകോപിച്ച ഒരു അഭിപ്രായമാണ്.
അപ്പോൾ എവിടെ നിന്ന് കിട്ടും ഈ സന്മാർഗം? സൂര്യനിൽ നിന്ന് വെളിച്ചമെന്ന പോലെ, വൃക്ഷങ്ങളിൽ നിന്ന് ഓക്സിജൻ എന്ന പോലെ, മേഘങ്ങളിൽ നിന്ന് വെള്ളമെന്ന പോലെ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് മാനവ സമൂഹത്തിന് സന്മാർഗം ലഭിക്കണം. അതാണ് അല്ലാഹുവിന്റെ നിശ്ചയം. അതാണ് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി നിയുക്തരായ ഉത്തമ സമൂഹമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഖൈറു ഉമ്മത്താണ് മുസ്ലിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹുവിൽ വിശ്വസിക്കുക, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഇതാണ് നിങ്ങളുടെ പണി. അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. വേറെ അജണ്ട തേടാൻ നമുക്കൊരു അനുവാദവുമില്ല. നിർണയിക്കപ്പെട്ട ഈ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. അതിന് നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മെ ലോകം പരിഗണിക്കും, അതിന് നമുക്ക് നേരമില്ലെങ്കിൽ നമ്മെ ആരും പരിഗണിക്കില്ല. അതിനെ അവഗണിച്ച് ജീവിച്ച നമ്മെ ആര് രക്ഷിക്കാൻ? അതാണ് ഇന്ന് ലോക മുസ്ലിങ്ങളുടെ അധപ്പതനത്തിന്റെ കാരണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർക്കണം, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ട ഈ വശം, ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ ഒരുപാട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ കുറെ സ്വാധീനങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ആളുകൾ ചിന്തിക്കുന്നുണ്ട്, മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ ഔചിത്യത്തോടും വളരെ നല്ല യാഥാർത്ഥ്യ ബോധത്തോടും കൂടി നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു പണിയാകുന്നു ഈ പ്രബോധനം എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഒരടിക്കുറിപ്പെന്നോണം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് മുഖ്യമായി നമ്മൾ നിർവഹിക്കേണ്ടുന്ന പണി. ഖൈറു ഉമ്മത്തായിരിക്കുക. ഇന്നിപ്പോ ഖൈറു ഉമ്മത്ത് എന്ന് പറയാൻ പറ്റുമോ? വാഹന മോഷണ സംഘം, കള്ളനോട്ടടി, സെക്സ് റാക്കറ്റ്, മയക്കുമരുന്ന് കടത്ത്, ബാങ്ക് കവർച്ച, അങ്ങനെ പിടിച്ചുപറി, പോക്കറ്റടി തുടങ്ങിയ കേസുകളിൽപ്പെട്ടവരെ പിടിച്ചാൽ 4 ആളെ പിടിച്ചാൽ 3 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് നമ്മുടെ കൗമിൽപ്പെട്ടവനുണ്ട്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി നിർത്തിയാലുണ്ടല്ലോ, മറ്റ് സമുദായക്കാർ കൗവലോണ്ടും മുണ്ടുകൊണ്ടും ഒക്കെ മുഖം മറക്കുമ്പോൾ ഇവൻ ഇബ്നു ആമിർ പണ്ട് ആ കൊട്ടാരത്തിൽ നിന്ന് നിൽപ്പാണ് ഈ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ. നോക്കണം ഈ കൗമിന്റെ ഒരു അവസ്ഥ. ഇതാണ് ഖൈറു ഉമ്മത്ത്. ഇവരെ പറ്റി ഖൈറു ഉമ്മത്ത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഈ സമുദായത്തിന്റെ സംസ്കരണമാണ് നമ്മുടെ പരിപാടി. നമ്മളിവിടെ ഒരുപാട് കൂട്ടരുണ്ടല്ലോ, എന്നിട്ട് ഈ സമൂഹത്തെ സംസ്കരിക്കുന്നതിൽ നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ എവിടെയാണ് തകരാറെന്ന് നേരത്തെ നമ്മൾ പിന്നിട്ട വഴിയെ നിങ്ങൾ ശാന്തമായി പരിശോധിക്കണം.